പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 6-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയാൽ പരിപാലിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. 1 Kings chapter 21 verse 3 നാം ഇപ്രകാരം വായിക്കുന്നു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രയേലിൽ ശമരിയ രാജാവായിരിക്കുന്ന ആഹാബിന്റെയും ഇസബേലിന്റെയും പ്രവൃത്തികളും അവരുടെ അവസാനവും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാ, നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം. ഇത് ആഹാബിന്റെ അരമനയുടെ സമീപമാണ്. ഒരു മോഹം, അത് വേണം. അതിനായി ഈ നാബോത്തിനെ സമീപിക്കുന്നു. അതിന് നൽകിയ ഓഫർ വളരെ വലുതാണ്. 2 ഓപ്ഷൻ രാജാവ് നൽകി. ഒന്ന്, നിനക്കതിലും വിശേഷതയുള്ള മനോഹരമായ മറ്റൊരു തോട്ടം നൽകാം. 2, നിനക്ക് അതിന് തക്കതായ വില ഞാൻ നൽകാം. ഇത് കേട്ട ഇസ്രയേലിനായ നാബോത്ത് മറുത്തൊന്നും പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ സകലവും സംക്ഷിപ്തമായി മറുപടി പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നഷ്ടപ്പെടുത്തുവാൻ ഇട വരുത്തരുത്. ഈ വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് ചില അനുഗ്രഹങ്ങൾ, നന്മകൾ, സ്വർഗീയ അവകാശങ്ങൾ തൻ്റെ പുത്രനിൽ കൂടെ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ പിതാക്കന്മാർ പ്രാപിച്ച് അടുത്ത തലമുറകളിലേക്ക് കൈമാറി നമ്മുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്നു. അത് തട്ടിയെടുക്കുവാൻ, ആ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗീയ അവകാശങ്ങളും നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തുവാൻ ആഹാബിന് തുല്യമായി ഈ ലോകത്തിന്റെ രാജാവായി നിലകൊള്ളുന്ന അന്ധകാര ശക്തിയുടെ പ്രതീകവും പ്രധാനമായിരിക്കുന്ന സാത്താൻ പല വിധങ്ങളിലുള്ള ഓഫറുകൾ നമുക്ക് നൽകും. അത് വളരെ മാന്യമായിരിക്കും, വളരെ സൗമ്യമായിരിക്കും, കേട്ടാൽ ജെനുവിനായിരിക്കും. അതെ, സാത്താൻ വെളിച്ചദൂതന്റെ വേഷത്തിലും വരുമെന്നാണല്ലോ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, ഏദൻ തോട്ടത്തിൽ ഹവ്വയെയും ആദമിനെയും ചതിച്ച പഴയ പാമ്പായ സാത്താൻ എന്ത് തന്ത്രവും പ്രയോഗിച്ച് നമ്മുടെ അനുഗ്രഹത്തെ, നമ്മുടെ അവകാശത്തെ തട്ടിയെടുക്കുവാൻ, ആ വലിയ സ്വർഗീയ പർദീസയിൽ നിന്ന് പുറത്താക്കുവാൻ ഓടി നടക്കുകയാണ്. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ നമുക്ക് ചുറ്റും, നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും, നമ്മുടെ സഭയ്ക്ക് ചുറ്റും, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിനു ചുറ്റും
ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് എൻ്റെ യുവജന സുഹൃത്തുക്കളെ, നമുക്ക് നൽകുന്ന ഓഫറുകളുടെ പിന്നാലെ പോകരുത്. എല്ലാത്തിനും ആമീൻ പറയുന്ന, എല്ലാം നല്ലതാന്ന് പറയുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതൽ തങ്ങളുടെ അവകാശം, നന്മ, നിത്യത ഇവ നഷ്ടമാകുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ മുഖത്തു നോക്കി നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയുവാൻ, നിർത്തേണ്ടിടത്ത് നിർത്തുവാൻ, വേണ്ട എന്ന് പറയുവാൻ ദൈവകൃപയുടെ ആർജവം ഉണ്ടായിരിക്കണം. ഈ ഭാഗത്തൊന്ന് കണ്ണോടിച്ചാട്ട് 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്, അന്നത്തെ രാജാവായ ആഹാബാണ് ഒരു സാധാരണക്കാരനോട് വിലപേശുന്നത്. അതുകൊണ്ട് രാജാവ് ചോദിച്ചത് കൊണ്ട്, അയ്യോ രാജാവേ, മുന്തിരിത്തോട്ടം മാത്രം മതിയോ, എന്റെ ഭവനമിരിക്കുന്ന സ്ഥലം കൂടെ തന്നേക്കാം എന്ന് പറഞ്ഞ് കീഴടങ്ങുവോ പഞ്ചപുച്ഛം അടിച്ചു വീഴുകയോ ചെയ്യുകയല്ല ചെയ്തത്. നമ്മളങ്ങനല്ലേ? നമ്മുടെ മുമ്പിൽ പിശാച് തന്റെ തന്ത്രങ്ങൾ ഇറക്കുമ്പോൾ സകലതും വിട്ടുകൊടുക്കും. അതല്ലേ യെശയ്യാപ്രവചനം 38 അധ്യായത്തിൽ നാം കാണുന്നത്? ഹിസ്കിയാവ് ചെയ്ത വലിയ അബദ്ധം, അതിന് ഇസ്രായേൽ ജനം പരിണിത ഫലം അനുഭവിക്കേണ്ടതായി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവകാശം, നമ്മുടെ നന്മ, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ നിത്യത ഈ ലോകത്തിന്റെ ഏത് വലിയ തന്ത്രശാലി നോക്കിയാലും, ബുദ്ധിശാലി നോക്കിയാലും, എന്തെല്ലാം വെച്ച് നമ്മെ ചലഞ്ച് ചെയ്താലും ഒരു പണവട വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ തലമുറയെ ഇത് പഠിപ്പിക്കണം. നമ്മുടെ തലമുറയെ ഇത് ബോധ്യമാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിനായി നമ്മെ വിട്ട് വിദൂരങ്ങളിൽ പോകുന്നു, ജോലിക്കായി പോകുന്നു, കുടുംബസ്ഥരായി കഴിയുന്നു. ഒരുപക്ഷെ 1-2 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ എന്നും ഫോണിൽ കൂടെ ബന്ധപ്പെടുവാൻ പറ്റിയില്ല എന്നിരിക്കാം. ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ മാതാപിതാക്കളുമായി എന്നും വിളിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധം മുടങ്ങാതെ അത് പാലിക്കണമെന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉറപ്പുവരുത്തി ഇങ്ങനെയുള്ള ആഹാബിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ നോ എന്ന് പറയുവാൻ, ദൈവകൃപയോടെ നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ദേശത്തിന് കഴിയണം. നാട്ടിൽ നടക്കുന്ന സകലവും സഭയിലും കൂട്ടായ്മയിലും കുടുംബത്തിലും കൂട്ടിവരുത്തുന്നതല്ല ആത്മീയം. നാടോടുമ്പോൾ നടുവേ ഓടുന്നവനല്ല ക്രിസ്ത്യാനി. നാടോടുമ്പോൾ നട്ടല്ലോടെ നിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി. നാബോത്ത് അതാണ് കാണിച്ചത്. പക്ഷേ നാബോത്തിന് വില കൊടുക്കേണ്ടി വന്നു. ആഹാബിന്റെ കുശാഗ്രബുദ്ധിക്കാരിയായ ഇസബേൽ എന്ന ഭാര്യയായ രാജ്ഞി രാജാവിനോട് പറയുക, നീ ഭക്ഷണം കഴിക്ക്, മുഖം തെളിയട്ടെ, നിനക്കത് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അവിടെയും ആത്മീയ തന്ത്രമാ പ്രയോഗിച്ചത്. മൂപ്പന്മാർക്ക് കത്തെഴുതി ഉപവാസം പ്രസിദ്ധീകരിക്കണം, ഉപവാസത്തിനായി കൂടി വരണം, നാബോത്തിന്റെ വലത്തും ഇടത്തുമായി 2 നീചന്മാരെ ഇരുത്തണം, എന്നിട്ടവർ എല്ലാരും കേൾക്ക പറയണം, ഈ നാബോത്ത് ദൈവത്തിനും ആഹാബ് രാജാവിനും എതിരെ അനാവശ്യം പറഞ്ഞു. അവിടെയും ഉപയോഗിച്ചത് പ്രാർത്ഥനയാണ്, ഉപവാസമാണ്, ആത്മീയമാണ്. ഇന്നിതല്ലേ നടക്കുന്നത്? ഇതാണ് നമ്മുടെ ആത്മീയത എവിടെ നിൽക്കുന്നു? അതെ, വീണ്ടും ഒരു നോമ്പ് കാലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കുതന്ത്രങ്ങളുടെ ഇരിപ്പിടങ്ങൾ, കുശാഗ്രബുദ്ധിയുടെ ഇരിപ്പിടങ്ങൾ. അതിനുവേണ്ടി നാം ദൈവവചനവും
ആരാധനയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ഒരാരാധനയും വിടാതെ, ഒറ്റ കമ്മ്യൂണിയൻ സർവീസും കളയാതെ, സകല കർത്തൃമേശയും കൈക്കൊണ്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ടിരിക്കുകയാണ് സ്വർഗത്തിൽ പോകാൻ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവതയോടെ ഇന്ന് ചിന്തിക്കണം. അല്ല, നാം ഈ ഒരു വലിയ പിശാചിന്റെ തന്ത്രത്തിൽ നിന്നും പുറത്തു വരണം. നമുക്കെതിരെ പല പ്രതികൂലങ്ങൾ വരും. പലരും പല വിധത്തിൽ പല പദ്ധതികൾ ചെയ്യും. അതെ, പല ഈസബേലും നമുക്ക് ചുറ്റും മുറുമുറുത്ത് നടക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മളെ തകർത്തേക്കാം, ഇല്ലായ്മ ചെയ്തേക്കാം. നമുക്കെതിരെ ഇസബേൽ ചെയ്തതുപോലെ എഴുത്തുകുത്തുകളും ചെയ്തേക്കാം. പക്ഷേ എന്താ സംഭവിച്ചത്? നാം ആ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നാബോത്തിനെ അവർ തന്ത്രപൂർവം കല്ലെറിഞ്ഞ് കൊന്നുവെങ്കിൽ തിസ്ബിനായ ഏലിയാവിനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ചെല്ല്, അവനോട് പറ. അതേ നിലയിൽ ദൈവം പ്രതികരിച്ചില്ലേ? ഒരു രാജാവിനും രാജ്ഞിക്കും ഉണ്ടാകുന്ന അന്ത്യമാണോ ഇവർക്കുണ്ടായത്? അതുകൊണ്ട് ശാപം ഒരിക്കലും വലിച്ചു വെക്കരുത്. ശാപം കുടുംബത്തിൽ കൊണ്ടുവരരുത്. അതിനെന്ത് ചെയ്യണം? വില കൊടുക്കേണ്ടി വന്നാലും പ്രാർത്ഥനയോടെ നിലകൊള്ളണം. അതുകൊണ്ട് നാബോത്തിനെ പോലെ പ്രതികൂലത്തിൽ പകച്ചു പോകാതെ, എന്ത് ചെയ്യണമെന്ന് പറയാതെ ഓടാതെ, പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ നിൽക്കാം. നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാം. നമ്മുടെ അവകാശം, നമ്മുടെ സ്വസ്ഥത, നമ്മുടെ നിത്യത, നമ്മുടെ ആത്മീയത, നമ്മുടെ കൃപ, നമ്മുടെ ശുശ്രൂഷ എന്തു വന്നാലും പിശാചിന് മുമ്പിൽ അടിയറവ് വെക്കരുത് എന്ന് നാബോത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേൾക്കുകയാണ്. നമ്മോട് വിലപേശുന്നത് സമൂഹത്തിലെ ഉന്നതരായിരിക്കാം, സഭയിലെ നേതാക്കന്മാരായിരിക്കാം, വളരെ സാമൂഹികമായും സാംസ്കാരികമായും പൊതുവായും ഒക്കെ അംഗീകരിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷേ സ്നേഹത്തോടെ നോ എന്ന് പറയുമ്പോൾ അവിടെ ദൈവമാണ് ജയിക്കുന്നത്, ദൈവവചനമാണ് ജയിക്കുന്നത്. അതിൽ കൂടെ ഒരു ദൈവ പൈതലാണെന്ന് തെളിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ശത്രു പിടിച്ചു പറിക്കുവാൻ പലവിധങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നോട്ടമിടുമ്പോൾ, വേട്ടയാടുമ്പോൾ, ഇന്നത്തെ ദിനത്തെ വാഗ്ദത്ത വചനം നമുക്കൊരു സൂചന നൽകുകയാണ്. പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആത്മശക്തിയിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക. അങ്ങനെ ഈ പ്രതികൂല കാലയളവിൽ പ്രതിസന്ധികളുടെ മധ്യേ ദൈവകൃപയോടെ അതിനെ അതിജീവിച്ച് സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവ് നമ്മെ ആക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ നല്ല പത്രങ്ങളായി, നല്ല സ്ഥാനാപതികളായി കർത്താവിന് വേണ്ടി നിലകൊണ്ട് ധന്യമായ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാബോത്തിന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളി ധൈര്യത്തോടെ രാജാവിനോട് തരാൻ സാധിക്കുകയില്ല എന്ന് പറയുവാൻ കാണിച്ച ദൈവകൃപ അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് സദാ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഞങ്ങളെ തകർക്കുവാൻ, ഛിന്നഭിന്നമാക്കുവാൻ, ഞങ്ങളുടെ അവകാശങ്ങളെയും അനുഗ്രഹങ്ങളെയും നന്മയെയും ഞങ്ങളുടെ നിത്യതയും നഷ്ടപ്പെടുത്തുവാൻ പിശാച് ഉന്നം വെച്ച് ഇറങ്ങുമ്പോൾ, ഞങ്ങളുടെ തലമുറകളെ തെറ്റിക്കുമ്പോൾ, ഞങ്ങളുടെ ആത്മീയ ജീവിതം നശിപ്പിക്കുമ്പോൾ, സഭയിൽ
കുടുംബത്തിൽ, കൂട്ടായ്മയിൽ കലക്കമുണ്ടാക്കുമ്പോൾ പിശാചിനെ തിരിച്ചറിഞ്ഞ് തുരത്തി ഓടിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. നാബോത്തിനെ പോലെ വില കൊടുക്കേണ്ടി വന്നാലും ദൈവകൃപയോടെ സ്തോത്രത്തോടെ അത് സ്വീകരിപ്പാനുള്ള ആത്മശക്തി ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകണം. ദൈവജനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി അതാതിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. എന്ത് സാഹചര്യത്തെയും ദൈവകൃപയോടെ എതിർക്കുവാൻ, പിശാചിനോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുവാൻ വലിയ ആത്മശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദൈവകൃപ പ്രാപിച്ച് ഇന്നിന്റെ പ്രതികൂലങ്ങളെ പ്രാർത്ഥനയോടെ, വിവേകത്തോടെ, പരിശുദ്ധാത്മ ശക്തിയോടെ നേരിട്ട് നിത്യത തുറമുഖത്തെത്തുവാൻ നമ്മുടെ അവകാശത്തെയും നമ്മുടെ നിത്യതയും നമ്മുടെ അനുഗ്രഹത്തെയും പിശാച് കൊണ്ടുപോകാതെ വണ്ണം അത് കാത്തു സൂക്ഷിച്ച് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്നുള്ള ഇമ്പശബ്ദം കേൾക്കുവാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിലെ ദൈവം നമുക്ക് നൽകി തരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.